നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു. എയർ കേരള എന്നത് കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയാണെന്നും ഇത് യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമം തുടരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സജ്ജീകരിച്ച പ്രൌഢഗംഭീരമായ വേദിയിലാണ് പുതിയ ടെർമിനലിന്റെ ഉദ്ഘാടനം നടന്നത്. 15 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടം 756 ദിവസം കൊണ്ട് 1000 കോടി മുതൽ മുടക്കിലാണ് പൂർത്തീകരിച്ചത്. വമ്പൻ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയില്ലെന്ന ധാരണ തിരുത്തിക്കുറിക്കപ്പെട്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എയർ കേരള പദ്ധതിക്ക് തടസ്സമായിട്ടുള്ളത് കേന്ദ്ര സർക്കാരിന്റെ നിബന്ധനകളാണ്. ഇതിൽ മാറ്റം വരുത്താൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. യൂറോപ്പ്, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലേക്ക് കൊച്ചിയിൽ നിന്ന് നേരിട്ട് സർവീസ് ആരംഭിക്കുന്നതിന് ശ്രമം നടക്കുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 756 ദിവസം കേരളത്തിൽ ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റുമായിരുന്നോ? പിന്നെ കോസ്റ്റ്, ഇതിന്റെ ചെലവ്. ഇരുനിലകളിലായിട്ടാണ് പുതിയ അന്താരാഷ്ട്ര ടെർമിനൽ പണി കഴിപ്പിച്ചത്. പരമാവധി 4000 യാത്രക്കാരെ ഉൾക്കൊള്ളാൻ പുതിയ കെട്ടിടത്തിനാകും. പുതിയ ടെർമിനൽ കൂടി ചേരുന്നതോടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് പ്രതിവർഷം 3.5 കോടി യാത്രക്കാർക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. പുതിയ ടെർമിനലിന് 120 സിറ്റിംഗ് കൌണ്ടറുകളും 18 എമിഗ്രേഷൻ കൌണ്ടറുകളും 15 എയ്റോ ബ്രിഡ്ജുകളും ഉണ്ടാകും. ഷോപ്പിംഗ് സെന്റർ, ഭക്ഷണശാല തുടങ്ങിയ സൌകര്യങ്ങളുണ്ട്. തനത് കേരളീയ വാസ്തുശാസ്ത്രപ്രകാരമാണ് പുതിയ കെട്ടിടം ഒരുക്കിയിട്ടുള്ളത്. മീഡിയ 1 കൊച്ചി.